ഷിനിമോഷയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊപ്പം ഓണം ആഘോഷിക്കുക, സേഫായിട്ടിരിക്കുക. ഇത്തവണ ഓണമില്ല എന്നുണ്ടെങ്കിൽ കൂടി എല്ലാവർക്കും ഞാൻ ഓണം ആശംസകൾ നൽകുകയാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ സാധാരണ എടുക്കുന്ന വീഡിയോ പാറ്റേണോ രീതിയോ ലൈറ്റിങ്ങോ ഒന്നും ആയിരിക്കില്ല. കാരണം ഞാനിപ്പം എൻ്റെ വീട്ടിലാണ്, പാലക്കാടല്ല, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ട്രൈപോഡോ സാധനങ്ങളോ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ വീഡിയോ വളരെ മോശം ക്വാളിറ്റി ആയിരിക്കും, ക്ഷമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ കാണണം, അതിലെൻ്റെ ഫ്രണ്ട് അഭിനയിച്ചിട്ടുണ്ട്, അതൊരു വേറെ ഫാക്ടർ. പക്ഷേ ആ സിനിമ കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സിനിമ ഇന്ന് കണ്ടിരിക്കുകയാണ്. എൻ്റെ നാട്ടിലെ മുണ്ടക്കയത്തെ RD സിനിമാസിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിൽ എന്നെ ട്രെയിലർ കൊണ്ട് തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോഷായ്. കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ ഈ ചിത്രത്തെപ്പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഡിൻജിത്ത് അയ്യനന്ത് എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിയുടെ മുമ്പത്തെ ചിത്രം എന്ന് പറയുന്നത് കക്ഷി അമ്മണിപ്പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശാണ്. ബാഹുൽ രമേശ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, അശോകൻ, ജഗദീഷ് തുടങ്ങി ഒരു 10ൽ താഴെ ആൾക്കാർ മാത്രമേ ഈ സിനിമയിലുള്ളൂ. നല്ലൊരു കാസ്റ്റാണ്, നല്ലൊരു ക്രൂ ആണ്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരം. ഗംഭീരം എന്ന് പറഞ്ഞ വാക്ക് ചെറുതായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനൊരു സിനിമ ഇതിനു മുമ്പ് തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ടുണ്ടോ, ഇത്രത്തിൽ ഗൂസ് ബംസ് എനിക്ക് തന്നിട്ടുണ്ടോ, ഇത്രത്തിൽ ഞെട്ടൽ തന്നിട്ടുണ്ടോ, ഇത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് മുതൽ ടീസർ, ട്രെയിലർ, സിനിമ വരെ ഒറ്റ വൈബ്. ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ആദ്യം തൊട്ട് അവസാനം വരെ വർക്കമായിരുന്നു. എനിക്കറിയില്ല ഇത് ഏത് ജോണറിൽ പെടുന്നൊരു സിനിമയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. OTT വന്നതിന് ശേഷം ആ കാടിൻ്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടില്ല. ഒരു കാടുണ്ട്, കിഷ്കിന്ദ എന്ന് പറയുന്ന രാമായണത്തിലും ഒരു അധ്യായമാണ്. ഒരു അധ്യായത്തിനെ പറ്റിയാണ് അതിൻ്റെ അത് പറയുന്നത്. ഹനുമാനും സുഗ്രീവനും ഒഴികെ ബാക്കി എല്ലാ വാനരസേന ഇവിടെ ഉണ്ടെന്ന് ട്രെയിലറിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ കുരങ്ങന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ നടക്കുന്നൊരു സംഭവം, രണ്ട് ഇൻസിഡൻറ്റ് അതെങ്ങനെ റിവീലാവുന്നു എന്നുള്ളതാണ് സിനിമ. ട്രെയിലറിൽ ഒരുപാട് സീക്രട്ട് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ തുടങ്ങി തീരുന്ന വരെ ആ മിസ്റ്ററീനെ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ ഒരു റിവീലിംഗ് ഉണ്ട്. എൻ്റെ മോനെ, എനിക്കറിയില്ല ഇത്ര ഓഫ് ബീറ്റിലാണ് ആക്ച്വലി സ്പീക്കിംഗ്. ഇത് ഓഫ് ബീറ്റിൽ പോകുന്നൊരു പടമാണ്. തുടക്കത്തിൽ ഒരു ക്ലൈമാക്സ്, എൻ്റെ മോനെ, അയ്യോ, അവിടുന്ന് പടം നമ്മൾ റിവേഴ്സിൽ ആലോചിക്കും. പടം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ. എന്തൊരു മേക്കിങ്ങാണ്. മലയാള സിനിമ നെക്സ്റ്റ് ലെവൽ സിനിമ. ആസിഫ്ക്ക എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല. വേർസറ്റൈലിൻ്റെ ഒരു പുള്ളിയുടെ ഈ അടുത്ത് വന്ന പടങ്ങളൊക്കെ എടുത്ത് നോക്കുക, എല്ലാം ഒന്നിനൊന്നിന് മെച്ചം, ഒന്നിനൊന്ന് ഡിഫറൻസ്. ഗംഭീരം. ഒന്നും പറയാനില്ല. വന്ന് നിന്ന് അഭിനയിച്ച എല്ലാവരും കിടുക്കി. വിജയരാഘവനൊക്കെ മുത്താണ്. രക്ഷയില്ലാത്ത പെർഫോമൻസാണ് കാണിച്ചത്. ആസിഫ് അലി ക്ലൈമാക്സ് അതുവരെ അനങ്ങാതിരുന്ന ക്ലൈമാക്സ് ഒരു ബ്രഹ്മാണ്ട സാധനം കാണിക്കുന്നുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. ജഗദീഷ് ഏട്ടൻ നല്ല റോളാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അശോക് ഏട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഈ ചിത്രത്തിലുണ്ട്, ജോസഫ് ഏട്ടൻ.
ഇതിനകത്ത് മോഹനേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. വലിയ സ്പേസ് ഇല്ല, എന്നാൽ കൂടി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്പേസ് പുള്ളി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് സിനിമയെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സിനിമയിൽ വന്ന് നിന്ന് പോയ ആൾക്കാരൊന്നും ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയില്ല. എല്ലാം ഒറിജിനൽ ആൾക്കാരാണെന്ന് തോന്നി. ഇത് ഒറിജിനൽ സ്റ്റോറിയാണോ എന്ന് വരെ തോന്നിപ്പോയി. അത്ര മികച്ച രീതിയിൽ കാസ്റ്റിംഗ് നടത്തി, അത്ര മികച്ച രീതിയിൽ ആ ഒരു ഏരിയനെ സെറ്റ് ചെയ്തു, ആ ഒരു മൂഡ് സെറ്റ് ചെയ്തു, മ്യൂസിക് കൊണ്ട് സെറ്റ് ചെയ്തു, വിഷ്വൽ കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റിമ കിടിലൻ സെറ്റ് പടമാണ് കിഷ്കിന്ധാകാന്ഡം. ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അത്ര എനിക്ക് സന്തോഷമാക്കിയ, അല്ലെങ്കിൽ അത്ര ഞെട്ടലുളവാക്കിയ ഒരു ഗംഭീര ചിത്രമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, തിയേറ്ററിൽ കാണുന്ന സമയത്ത് ബോർ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാന്ന് പറയുക. എൻ്റെ അടുത്ത് 2 പേരുണ്ടായിരുന്നു. ഇറിറ്റേറ്റിങ്ങിൻ്റെ അങ്ങേയറ്റമായിരുന്നു എനിക്ക്. അവർ ക്ലൈമാക്സിൽ അവരെന്നോട് ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ക്ലൈമാക്സിലെ ഒരു ഫസ്റ്റ് റിവീലിംഗ് ഉണ്ട്. ആ സാധനം കണ്ടപ്പോൾ അവന്മാർ ഇറങ്ങിപ്പോയി. ഇൻ കേസ് അവർക്ക് പിടിച്ചിട്ടില്ലായിരിക്കാം, അറിയില്ല എന്താണ് ഒരു സംഭവം എന്നെനിക്ക് മനസ്സിലായില്ല. അവർ 2 പേരും ഇറങ്ങിപ്പോയി. അതെന്നെ എന്നിലെ പ്രേക്ഷകൻ, അല്ലെങ്കിൽ എന്നിലെ ഒരു സിനിമാ പ്രേമിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. കാരണം അവരിറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ എൻജോയ് ചെയ്തു. പിന്നീടുള്ള ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഞാൻ എൻ്റെ ഗൂസ് ബംസിൻ്റെ അയ്യര് കളിയായിരുന്നു. കാരണം അതുപോലെ എൻജോയ് ചെയ്തു. അതുവരെ എനിക്ക് ഇറിറ്റേഷനായിരുന്നു. ഇവർ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ആക്കുക, എന്നൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, ഇവർ ചിരിക്കുക, ഇതൊക്കെ ചെയ്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. കാരണം അങ്ങനെയുള്ള ഓഡിയൻസ് തിയേറ്ററിൽ ദയവ് ചെയ്ത് വരാതിരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ബാക്കിയുള്ള ഇഷ്ടത്തോടെ സിനിമ കാണാൻ വരുന്ന ആൾക്കാരെ കൂടി മടുപ്പിക്കുന്ന കുറേ പ്രവണതകളുണ്ട്. മുണ്ടക്കെ RD സിനിമാസിൽ 7:15 കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞ സിനിമ കണ്ട ഈ 1 സീറ്റിലിരുന്ന് ഞാനാണ്. എൻ്റെ ഈ 2ലും ഈ 3ലും ഇരുന്ന ആളെ പറ്റിയാണ് ഞാനീ പറയുന്നത്. അവരാരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ് ഞാനീ സംസാരിക്കുന്നത്. ഓക്കെ, വളരെ ബോറാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇനി ഒന്നുകൂടി കാണാൻ പോകും. കാരണം എനിക്കത് ഒന്നും കൂടി സെറ്റായിട്ട് വാച്ച് ചെയ്യണം. ഗംഭീര പടം, ഒന്നും പറയാനില്ല. രഞ്ജിത്ത് അയ്യനന്ത് ഒന്നും പറയാനില്ല. നിങ്ങൾ ഗംഭീര വർക്കാണ്. ഞാൻ പോസിറ്റീവ് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നെഗറ്റീവ് ഒന്നും ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനില്ല. ദയവ് ചെയ്ത് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സൂപ്പർ മൂവി. ഓണത്തിന് പറ്റിയ മൂവിയാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവൊന്നുമില്ല. ബട്ട് സൂപ്പർ മൂവി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.